തെറ്റുപറ്റിപ്പോയി. എന്നോട് ക്ഷമിക്കണ്ട. ക്ഷമിക്കാനോ? നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടമായിരുന്നെന്ന് എന്നോട് ഒരിക്കലെങ്കിലും നീ പറഞ്ഞിരുന്നെങ്കിൽ ആരെതിർത്താലും അവളെ ഞാൻ നിനക്ക് കൊണ്ടുതരുമായിരുന്നു. നിന്റെ ഒരാഗ്രഹത്തിന് പോലും എതിരെ നിന്നിട്ടില്ലാത്ത എന്നെ നിനക്ക് കൊല്ലണമല്ല. ഒരിക്കലെങ്കിലും നിനക്ക് എന്നെ കൊല്ലണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹം നടക്കില്ലടാ. അതിനേക്കാളൊക്കെ വളരെ നല്ലത് നീ ചാവുന്നതാ. ഒന്നും ചെയ്യില്ല അണ്ണാ. ഇവനെ അങ്ങ് തട്ടിക്കളഞ്ഞേക്ക്. അണ്ണാ എന്നോട് ക്ഷമിക്കണ്ട. അണ്ണാ വേണ്ട, എന്നോട് ക്ഷമിക്കണ്ട അണ്ണാ. ജോണി, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എൻ്റെ അനിയൻ ചിലപ്പോൾ ജീവന് വേണ്ടി നിന്നോട് യാചിച്ചെന്നിരിക്കും. അവനെ ഇനി ആരും ഒരിക്കലും കാണരുത്. നിങ്ങളുടെ ഫോണെല്ലാം ഓഫ് ചെയ്തേക്കണം. എവിടെയെങ്കിലും ദൂരെ മാറി ഒരിടത്തേക്ക് കൊണ്ടുപോയിക്കോ. ഓക്കെ ഭായ്. അന്നാ, ദേവയുടെ ഫ്രണ്ടാ ഞാൻ. അതെ, നിങ്ങളുടെ അനിയൻ നിങ്ങളെ ചതിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ? എന്താ ഇപ്പോ? ഇനിയും നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ദേവയുടെ ആളാണെന്നും ദേവയുടെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞ് ദേവയെ തന്നെ കൊന്നുകളഞ്ഞവനാ ഞാൻ. സത്യ ദേവയെ ആളില്ലാത്തടത്ത് വിളിച്ചു വരുത്തിയതും ഇൻസ്പെക്ടറെ മാളിലെത്തിച്ചതും നീ സ്നേഹിച്ച പെണ്ണിനെ നിന്റെ അനിയനെ കൊണ്ട് പ്രേമിപ്പിച്ചതുമെല്ലാം ഈ ഞാനാ. അവൻ നിന്നെ കൊല്ലാൻ തീരുമാനിച്ചതും ഞാൻ കാരണം. അവൻ ഇന്ന് നിന്നെ കൊല്ലാൻ വരുമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നില്ലേ? ഞാൻ വിരിച്ച കെണിയിൽ നീ വീഴുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നടാ. ഇപ്പൊ ഞാനല്ല അവനെ കൊല്ലാൻ പോകുന്ന, നീ തന്നെ അവനെ കൊല്ലുന്നത്. പറ്റുമെങ്കിൽ പോയി രക്ഷിക്കാൻ നോക്ക്. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മുടെ കൺമുൻപിൽ വെച്ച് നമ്മളെ വിട്ടുപിരിയുമ്പോ അവരെ ഒന്ന് രക്ഷിക്കാൻ പോലും കഴിയാതെ നിസ്സഹായനായി നിൽക്കുന്നവന്റെ മനസ്സിലുള്ള വേദന, ആ വേദന ഞാൻ അനുഭവിച്ച പോലെ നീയും അനുഭവിക്കണം. ഇനി എന്റെ മുന്നിൽ നീ മാത്രമേ ഉള്ളൂ. നമുക്ക് കാണാം. ഹായ്. അവനിവിടെ വന്നിട്ടുണ്ടാവും. ഞാൻ ഇവിടെ തന്നെ ഉണ്ടണ്ണ. അവനിവിടെ കണ്ടെന്ന് പറഞ്ഞത് ഇവനാണ്, അതുകൊണ്ടാ വരാൻ പറഞ്ഞത്. പോയി അവനിവിടെ എങ്ങാനും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വാ. ഇന്നാ ഇത് വെച്ചോ. എവിടെ ഉണ്ടെങ്കിലും ഇറങ്ങി വാടാ. അന്ന് നീ സ്നേഹിച്ച പെണ്ണിനെ ഞാൻ കൊന്നു കളഞ്ഞില്ലേ?